ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം വായിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്നരുളി ചെയ്ത യേശുക്രിസ്തു അന്ത്യ അത്താഴവേളയിൽ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന വാക്കുകളാണിത്. യേശു തന്നെ മെശിഹ എന്ന് ശിഷ്യന്മാർ അറിയേണ്ടതിന് അവരിൽ ഒരുവൻ തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് യേശു മുന്നമേ അറിയിക്കുന്നു. അത് യൂദയെക്കുറിച്ചിട്ടുള്ളതാണ്. പത്രോസിനോട് പറയുന്നത്, നീ 3 പ്രാവശ്യം എന്നെ തള്ളി പറയുവോളം കോഴി കൂകയില്ല എന്നാണ്. ഈ 2 സംഭവങ്ങളും പിന്നീട് നിവൃത്തിയാകുന്നതായി കാണുന്നു. ശിഷ്യന്മാരെ അസ്വസ്ഥരാക്കുന്ന വാർത്തകളായിരുന്നു കർത്താവ് അറിയിച്ചതെങ്കിലും യേശു അവരെ ആശ്വസിപ്പിക്കുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്നാണ്. തൻ്റെ മരണം ഒന്നിൻ്റെയും അവസാനമാകില്ലെന്നുള്ള യേശുവിൻ്റെ വാഗ്ദാനമാണിത്. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ എന്ന് പറയുന്നതിലൂടെ യേശുക്രിസ്തു പിതാവായ ദൈവവുമായുള്ള തൻ്റെ തുല്യത വെളിപ്പെടുത്തുന്നു. വിശ്വാസ വിഷയത്തിൽ പിതാവായ ദൈവത്തിൻ്റെ അതേ തലത്തിൽ തൻ്റെ ദൈവത്വത്തെ യേശു സ്ഥിരീകരിക്കുന്നു. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലും ആഴത്തിലുള്ള വിശ്വാസം ഒരു ഭക്തൻ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യം കർത്താവ് അരുളി ചെയ്യുന്നു. യേശുവിൻ്റെ ക്രൂശുമരണവും തുടർന്നുള്ള തൻ്റെ സ്വർഗാരോഹണവും തന്നിൽ വിശ്വസിക്കുന്നവർക്ക് കൊണ്ടുവരുന്ന അനുഗ്രഹങ്ങൾ വലിയവയാണ്. അതായത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതവസ്ഥയിലും അമിതമായി ഭാരപ്പെട്ട് ഹൃദയം കലങ്ങിപ്പോകുവാൻ ഇടവരുത്തരുത്. നമ്മുടെ കർത്താവ് പിതാവിൻ്റെ ഭവനത്തിൽ നമുക്കായി വാസസ്ഥലം ഒരുക്കുവാൻ പോയിരിക്കുന്നു. കൂടാതെ പിതാവിൽ നിന്നും പരിശുദ്ധാത്മാവിനെ നമുക്ക് തരുന്നു. പിതാവിൻ്റെ ഭവനത്തിൽ, അതായത് സർവശക്തനായ ദൈവത്തിൻ്റെ ഭവനത്തിൽ തൻ്റെ ശിഷ്യന്മാർക്കും തന്നിൽ വിശ്വസിക്കുന്നവർക്കും യേശുക്രിസ്തു വാസസ്ഥലം ഒരുക്കുന്നു എന്നുള്ളത് എത്ര ആനന്ദകരമാണ്. പരിശുദ്ധാത്മ ലഭിച്ച നാം യേശു വാഗ്ദത്തം ചെയ്ത വാസസ്ഥലത്തെ ഓർത്ത് സന്തോഷിച്ചുല്ലസിക്കേണ്ടതാകുന്നു. പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിച്ച നാം, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്നരുളി ചെയ്ത യേശുവിനെക്കുറിച്ചുള്ള സത്യസുവിശേഷം അനേകരെ അറിയിക്കുവാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. സമാധാനമില്ലാതെ മദ്യപാനത്തിലും വെറുക്കൂത്തുകളിലും സകല ദുഷ്പ്രവൃത്തിയിലും അകപ്പെട്ടിരിക്കുന്ന ജനം ഈ സത്യം അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. തൻ്റെ ശിഷ്യന്മാർക്ക് ലഭിച്ച ദൈവിക സമാധാനവും പ്രത്യാശയും അനേകർക്ക് ലഭിക്കുവാൻ ഇടയാകട്ടെ. നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോയ യേശു താൻ ഇരിക്കുന്ന ഇടത്ത് നാമും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നമ്മെ ചേർത്തുകൊള്ളും. സമാധാനമായിരിക്കുക, സന്തോഷത്തോടെയായിരിക്കുക, പ്രത്യാശയോടെ യേശുവിൻ്റെ വരവിനായി കാത്തിരിക്കുക. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. മാറാനാഥ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ്സസ് ഓൾ.